രാഷ്ട്രീയ പാർട്ടികൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് നടത്തുന്നത് പൊറാട്ട് നാടകമാണെന്ന് SDPI HMC അംഗങ്ങൾ ഉൾപ്പെട്ട യോഗ തീരുമാനമാണ്. അതിനുശേഷം പുറത്തുവന്ന് സമരം ചെയ്യുന്നത് നാടകമാണെന്നും OP ടിക്കറ്റ് അടക്കമുള്ളതിൽ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ SDPI ഭാരവാഹികൾ പറഞ്ഞു. നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിൽ OP കാഷ്വാലിറ്റി ടിക്കറ്റിനും സന്ദർശക പാസിനും അമിത നിരക്ക് ഏർപ്പെടുത്തിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ജനദ്രോഹ നടപടികൾ മുഴുവൻ പിൻവലിക്കണമെന്ന് SDPI നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചാർജ് വർധനവിന് ഉത്തരവാദികളായ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമര നാടകം അവസാനിപ്പിച്ച് തങ്ങളുടെ പ്രതിനിധികളുടെ പങ്കാളിത്തത്തോടെ HMC കൊണ്ടുവന്ന ജനദ്രോഹ ഉത്തരവുകൾ പിൻവലിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. ഏറ്റവും അധികം ദാരിദ്ര്യ താഴെയുള്ളവർ അധിവസിക്കുന്ന നിലമ്പൂർ മേഖലയിൽ ഈ കഴിഞ്ഞ മേപ്പാടി ചൂരൽമല ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ചാലിയാർ നദിയുടെ ഇരുകരകളിലുമുള്ള നൂറുകണക്കിന് കിണറുകളും കുടിവെള്ള സ്രോതസ്സുകളും മലിനമായ സാഹചര്യത്തിൽ മഞ്ഞപ്പിത്തവും വിവിധയിനം പനികൾ ഉൾപ്പെടെ പകർച്ചവ്യാധികളടക്കം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം ഒരു ഹീന നടപടിയിലേക്ക് HMC പ്രവേശിച്ചത് അങ്ങേയറ്റം ജനദ്രോഹമാണെന്നും SDPI പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളും ആ കമ്മിറ്റിയിലുണ്ട്. എന്നിട്ട് അവിടെ ആ കമ്മിറ്റിയിൽ അവരെല്ലാം ഒപ്പുവെച്ച് ഈ തീരുമാനമെടുത്തതിന് ശേഷം പുറത്തു വന്നുകൊണ്ട് ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിൽ സമരാഭാസങ്ങൾ നടത്തുന്നത് അത് വളരെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. പഴയതുപോലെയല്ല. ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആണ്. കാര്യങ്ങൾ നോക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ഈ മുഖ്യധാര അതല്ലെങ്കിൽ ഈ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടിയന്തിരമായിട്ട് HMC വിളിച്ചു ചേർത്തുകൊണ്ട് ഈ വിഷയത്തിൽ അവരുടെ ഭാഗത്ത് വന്ന വീഴ്ച അത് പരിഹരിച്ചുകൊണ്ട് ഒരു ജനോപകരമായ രീതിയിൽ ഈ ഹോസ്പിറ്റൽ മാനേജ് കമ്മിറ്റി മുന്നോട്ട് പോകണമെന്നാണ് SDPI ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഈ വരുന്ന 10-ാം തീയതി ശക്തമായ ഒരു ജനകീയ പ്രതിഷേധം SDPI ഈ വിഷയത്തിൽ സംഘടിപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്മീഷൻ അടക്കമുള്ള സംഗതികളിലേക്ക് പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ തീരുമാനം ഉടൻ പുനഃപരിശോധിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സാധാരണക്കാരായ ഇവിടുത്തെ ദുർബല ജനവിഭാഗങ്ങൾ ആശ്രയിക്കുന്ന ഈ ഹോസ്പിറ്റലിനെ ആ രീതിയിൽ ജനകീയമായ ഒരു ഹോസ്പിറ്റലാക്കി തന്നെ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. സർക്കാർ ആശുപത്രികളെ അവലംബിക്കുന്ന പാവങ്ങളെ പിടിച്ചുപറിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ഇവിടെ അത്യന്തം ജനവിരുദ്ധമായ ഈ നടപടിയിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പിന്തിരിയാത്ത സാഹചര്യത്തിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിക്കെതിരെ സംഘടിപ്പിക്കുമെന്നും SDPI നേതൃത്വം പറഞ്ഞു. യാതൊരു ഉത്തരവാദിത്വമില്ലാതെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഈ തീരുമാനം പിൻവലിച്ചു എന്ന രീതിയിൽ ഇപ്പോൾ നടത്തുന്ന പൊറോട്ട് നാടകങ്ങളും യുവജന സംഘടനകളെ ഉപയോഗപ്പെടുത്തി ഇവിടുത്തെ സമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന HMC ഈ തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോയില്ലെങ്കിൽ വരുന്ന ചൊവ്വാഴ്ച 10-ാം തീയതി HMC ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെ ശക്തമായ ബഹുജന പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി നീങ്ങുമെന്നും അറിയിച്ചു. നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ SDPI നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് KK മുഹമ്മദ് ബഷീർ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സഫീർ AP, നിലമ്പൂർ മുനിസിപ്പൽ ഭാരവാഹികളായ അബൂബക്കർ സുബൈർ, അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു. N4 ന്യൂസ് നിലമ്പൂർ. കിഴക്കൻ ഏറനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ 1000-ൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിമിര ശസ്ത്രക്രിയ, വെട്രിയോറെറ്റിന, കോർണിയ, പീഡിയാട്രിക് ഒപ്തൽമോളജി, ഗ്ലൂക്കോമ, ജനറൽ ഒഫ്തൽമോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501, 0493 122 1501.